ഇന്ത്യയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി നിയമങ്ങളിൽ ജൂൺ 1 മുതൽ മാറ്റം വരും. LPG സിലിണ്ടർ ഉപയോഗം, ബാങ്ക് അവധികൾ, ആധാർ അപ്ഡേറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇവയിൽ ചിലത്. ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങൾ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് പ്രകാരം 2024 ജൂൺ 1 മുതൽ വ്യക്തികൾക്ക് സർക്കാർ RTOകൾക്ക് പകരം സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും. മാത്രമല്ല, ലൈസൻസ് യോഗ്യതയ്ക്കായി ടെസ്റ്റുകൾ നടത്താനും സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഈ കേന്ദ്രങ്ങൾക്ക് അധികാരം നൽകും. ഇതിനു പുറമെ ഏകദേശം 9 ലക്ഷം പഴയ സർക്കാർ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയും കാർ മലിനീകരണ നിയന്ത്രണങ്ങൾ കർശനമാക്കിയും മലിനീകരണം കുറയ്ക്കാനുള്ള പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ അമിത വേഗതയ്ക്കുള്ള പിഴ 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ്. എന്നിരുന്നാലും പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനമോടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ അവർക്ക് 25,000 രൂപ വരെ പിഴ ചുമത്തും. കൂടാതെ വാഹനോടമയുടെ രജിസ്ട്രേഷൻ കാർഡും റദ്ദാക്കപ്പെടും. ഒപ്പം പ്രായപൂർത്തിയാകാത്തയാൾക്ക് 25 വയസ്സ് വരെ ലൈസൻസിന് അർഹതയുമുണ്ടാകില്ല. ഇനി ആധാർ കാർഡിൽ വരുന്ന നിയമമാറ്റങ്ങൾ പ്രകാരം പലരും അവരുടെ ആധാർ കാർഡുകൾ ഓൺലൈനായി അപ്ഡേഷനുകൾ നടത്താറുണ്ട്. ജൂൺ 14 വരെ ഇപ്പോൾ നടത്തുന്ന അതേ രീതിയിൽ ആധാറിൽ മാറ്റം വരുത്താം. എന്നാൽ അതിനുശേഷം ഓഫ്ലൈനായി ആധാർ അപ്ഡേഷനുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓരോ മാറ്റങ്ങൾക്കും 50 രൂപ വീതം നൽകേണ്ടതായി വരും. ഇനി LPG സിലിണ്ടറിന്റെ കാര്യമെടുത്താൽ എല്ലാ മാസവും 1-ാം തീയതിയാണ് LPG സിലിണ്ടർ വില ക്രമീകരിക്കുന്നത്. ജൂൺ 1-നും എണ്ണ കമ്പനികൾ പുതിയ ഗ്യാസ് സിലിണ്ടർ വില നിശ്ചയിക്കും. മെയ് മാസത്തിൽ ഈ കമ്പനികൾ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചിരുന്നു. അതിനാൽ ജൂണിൽ അവർ വീണ്ടും സിലിണ്ടർ വില കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ എല്ലാ ദിവസവും പോലെ ജൂൺ 1-ന് പെട്രോൾ ഡീസൽ വിലകളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂണിൽ ഉണ്ടാകാൻ പോകുന്ന ബാങ്ക് അവധികളാണ് മറ്റൊന്ന്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച ബാങ്ക് അവധികളുടെ പട്ടിക പ്രകാരം ജൂൺ മാസത്തിൽ 10 ദിവസത്തേക്ക് ബാങ്കുകൾ അടച്ചിടും. ഞായറാഴ്ചകളും 2-ാമത്തെയും 4-ാമത്തെയും ശനിയാഴ്ചകളും ഇതിലുണ്ട്. കൂടാതെ ജൂണിലെ മറ്റവധി ദിവസങ്ങളിൽ രാജ്യസംക്രാന്തിയും ബക്രീദും ഉൾപ്പെടുന്നു. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങളാണിവ.